റിസൾട്ട്സ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിനുള്ള ആ ഒരു സമയം വളരെ ക്രൂഷ്യലാണ്. നമുക്കിനി ഒരു മാസത്തിനകത്തുള്ള സമയം കൂടിയേ ഉള്ളൂ. അതിനിടയ്ക്ക് സീരീസ് വരും. അതുകൊണ്ട് മൊഡ്യൂൾ 5 കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രോബ്ലമാറ്റിക് ആയതുകൊണ്ട് ഇത് മനസ്സിലാക്കാനും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനും ശ്രമിക്കണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നു. അതിന്റെ പേരാണ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്. ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്. ഓക്കെ, അപ്പോൾ വേർഡ് ആ വേർഡ് കോമ്പിനേഷനിൽ തന്നെ അതിന്റെ ഒരു അർത്ഥമുണ്ട്. എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്യുക, ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്. ഓക്കെ, എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണോ? സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്. ഓക്കെ, ഇത് മെഷർമെന്റ്സ് ആൻഡ് മെട്രോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് അല്ല. എന്നാൽ നിങ്ങളൊരു എക്സ്പെരിമെന്റൽ ടെക്നിക്കിലൂടെ എന്തെങ്കിലും ഇൻഫർമേഷൻ, ഏതെങ്കിലും പ്രോസസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഒരു എക്സ്പെരിമെന്റൽ ടെക്നിക്കിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ വേൾഡിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൗ ടു ഡിസൈൻ എക്സ്പെരിമെന്റ്സ്, ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്. DOE എന്നാണ് കോമൺലി ഇതിനെ പറയുന്നത്, DOE ടെക്നിക്സ്. അപ്പോൾ അതിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് DOE? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് യൂസ്ഡ് ടു പ്ലാൻ, ടു കണ്ടക്ട്, ടു അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് experiments systematically. Okay, to plan, to conduct, to analyze and interpret experiments systematically. Okay, so ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ഡേറ്റ എന്നാണ്. സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഡേറ്റ, അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സെറ്റ് ഓഫ് എക്സ്പെരിമെന്റ്സ് നടത്തി ഒത്തിരി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്. ഒത്തിരി ഇൻഫർമേഷൻ, നമ്പേഴ്സ് ആകാം ചിലപ്പോൾ, അല്ലെ ന്യൂമറിക്കൽ വാല്യൂസ് ആകാം. ഓക്കെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാരാമീറ്റർ. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു സിമ്പിൾ കേസ് എടുക്കാം. ഓക്കെ, നമ്മളുടെ വീട്ടിലെ വർക്ക് ചെയ്യുന്ന ഒരു ഫാന്. ഓക്കെ, ഫാൻ, ഈ ഫാന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ആരാണെന്നോ അവർക്ക് അല്ലെ എന്താണ് കാറ്റ് കിട്ടും. അല്ലെ, കാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു എൻവയോൺമെന്റിൽ ഒരു എയറിനൊരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള സ്വെറ്റിനെ വേപ്പറൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു തണുപ്പ് അനുഭവപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ഈ എന്താ പറയുന്നത്, വിൻഡ് അല്ലെങ്കിൽ ബ്രീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് വിൻഡ് ഉണ്ടാക്കാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മളുടെ വീട്ടിലെ ഫാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാന് നമുക്ക് ഏതെല്ലാം രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാനൊക്കും? സ്പീഡ് കൂട്ടാനൊക്കും, സ്പീഡ് കുറയ്ക്കാനൊക്കും. ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ ബോഡിക്ക് ഉണ്ടാവുന്ന ആ ഒരു കൂൾനെസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ആ കംഫർട്ടബിലിറ്റി കൂടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫാനിന്റെ റെഗുലേറ്റർ നോബ് ടേൺ ചെയ്ത് ഒരു 5 വരെ കൊണ്ടുപോകും, അല്ലെ മാക്സിമത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഫാനിന്റെ RPM അല്ലെ റൊട്ടേഷൻസ് പെർ മിനിറ്റ് കൂടുന്നു. അപ്പോൾ ഈ എയറിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ടർബുലൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എയറിൽ ഉണ്ടാക്കുന്ന മൂവ്മെന്റ് കൂടുതലായിരിക്കും. ആരാണോ ആ ഫാനിനടുത്തിരിക്കുന്നത് അവർക്ക് കൂടുതൽ കംഫർട്ടബിലിറ്റി, കൂടുതൽ കൂൾനെസ് അനുഭവപ്പെടുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? ഇനി നമ്മൾ കുറച്ചു നേരം ഫാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാനിന്റെ റെഗുലേറ്റർ ടേൺ ചെയ്ത് കുറച്ചിടുന്നു, ഫാൻ RPM കുറയ്ക്കുന്നു. അപ്പോഴെന്ത് സംഭവിക്കുന്നു? വിൻഡിലുണ്ടാവുന്ന ആ ഒരു ടർബുലൻസ് കുറയുന്നു. നമുക്ക് കുറച്ചുകൂടി സുഖകരമായ രീതിയിൽ എയറിന്റെ മൂവ്മെന്റ് അവിടെ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ലക്ഷ്യം എന്താണ്? കംഫർട്ടബിലിറ്റി അല്ലെ? ഫാനാണ് നമ്മളുടെ എക്സ്പെരിമെന്റൽ ഓബ്ജക്റ്റ്. അതിനടുത്തിരിക്കുന്ന ആളാണ് അതിന്റെ കസ്റ്റമർ അല്ലെ? കസ്റ്റമർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ കസ്റ്റമറിന്റെ കംഫർട്ടബിലിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം കസ്റ്റമറിന്റെ കംഫർട്ടബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റർ എന്താണ്? ആകെ ഒറ്റ ഒരു പാരാമീറ്റർ ഉള്ളത്. റെഗുലേറ്ററിൽ ടേൺ ചെയ്യിക്കുക, ആ റെഗുലേറ്ററിന്റെ ആ നോബ് ടേൺ ചെയ്യിക്കുക. ആ നോബ് ടേൺ ചെയ്യുമ്പോൾ എന്താണ്?
RPM കൂടുകയോ കുറയോ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? അല്ലെ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഫാനിന്റെ RPM അല്ലെ, RPM റൊട്ടേഷൻ ആണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റ് എന്ന് പറയുന്നത് കൂൾനെസ്, അല്ലെങ്കിൽ കൂൾനെസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എഫക്റ്റ്, ഫാനിന്റെ കൂൾനെസ് എത്രമാത്രം ഉണ്ട്, അതാണ് അതിന്റെ എഫക്റ്റ്. ഓക്കെ, സോ ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്? കൂടുതൽ സ്പീഡിൽ ഫാൻ കറങ്ങിയാൽ കൂടുതൽ കംഫർട്ടബിലിറ്റി കിട്ടും എന്നതാണ് നമ്മളുടെ തൽക്കാലം നമ്മൾ ഉദ്ദേശിക്കുന്ന കൂളിനെസ് എന്ന് പറയുന്നത്. അപ്പൊ സ്പീഡിൽ ഫാൻ കറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ കംഫർട്ടബിലിറ്റി കിട്ടും, ഓക്കെ എന്നുള്ളതാണ്. അല്ലാതെ ഫാൻ കുറയ്ക്കുമ്പോൾ അല്ലെ സ്പീഡ് കുറയുമ്പോൾ കംഫർട്ടബിലിറ്റി കിട്ടും എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫാനിന്റെ RPM കൂടി കഴിഞ്ഞാൽ കംഫർട്ടബിലിറ്റി കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ കംഫർട്ട് ആവും എന്നുള്ള ഹ്യൂമൻ കണ്ടീഷനാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂളിനെസ്. ഇവിടെ നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ എന്താണ്? RPM. അപ്പൊ RPM ഒരു ഫാക്ടറാണ്. RPM കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂൾനെസ് കൂടിക്കൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കാനോ ഇത് ഐഡന്റിഫൈ ചെയ്യാനോ വളരെ പ്രയാസമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒറ്റ ഒരു ഫാക്ടർ മാത്രമേ നമ്മൾ വേരി ചെയ്യുന്നുള്ളൂ. ഏതാ? RPM. വേറെ എന്തെങ്കിലും വേരി ചെയ്യുന്നുണ്ടോ? RPM മാത്രമേ നമ്മൾ വേരി ചെയ്യുന്നുള്ളൂ. RPM മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് RPM കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ഫാനിൽ നിന്നുള്ള കാറ്റ് കൂടുന്നു, നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആവുന്നു, അല്ലേ? സോ ദ ഫാക്ടർ ഈസ് ഡയറക്ട്ലി ദ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കൂൾനെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫാൻ സ്പീഡ്. ഇത് മനസ്സിലാക്കാൻ ആകെ 1 മിനിറ്റ് മതി. ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട് ഫാനിന്റെ സ്പീഡ് കൂടുന്തോറും നമ്മളുടെ കംഫർട്ടബിലിറ്റി കൂടുന്നു എന്ന് മനസ്സിലാക്കാൻ 1 മിനിറ്റ് എക്സ്പെരിമെന്റ് മതി. എത്ര എക്സ്പെരിമെന്റ് നടത്തേണ്ടി വരും? ഫാനിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? ഫാനിലെ റെഗുലേറ്ററിൽ 1 2 3 4 5 5 ലെവൽസ് ആ ഉള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് ഈ ഫാനിന്റെ സ്പീഡിന്റെ ഓരോ 1 2 3 4 5 അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ മാർക്കിങ്ങിനെ ഓരോ ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ലെവൽ 1 നമ്മൾ ഇടുന്നു, എന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് നോക്കുന്നു. നമുക്ക് ഫാനിന്റെ തൊട്ട് താഴെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, ഫാനിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന നമുക്ക് എത്രമാത്രം കൂൾനെസ് കിട്ടുമെന്ന് നോക്കുന്നു. ഇനി ഫാനിന്റെ റെഗുലേറ്ററിൽ ആദ്യത്തെ എക്സ്പെരിമെന്റ് കഴിഞ്ഞു. ഒന്നാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഫാനിന്റെ റെഗുലേറ്ററിൽ 5 പോയിന്റ് ആണുള്ളത്, 1 2 3 4 5 എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ 5 ഡിഫറെന്റ് എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാലേ നമുക്ക് അറിയാനൊക്കത്തുള്ളൂ എത്രമാത്രം കൂൾനെസ് കിട്ടുന്നു എന്നുള്ളത്, അല്ലെ? അപ്പൊ ഫാനിന്റെ റെഗുലേറ്റർ നമ്മൾ 1 സെറ്റ് ചെയ്യുന്നു, അല്ലെ? ആ നോബ്, അതിനെ എന്താ യൂഷ്വലി നമ്മൾ പറയുന്നത്? ഡിമ്മർ എന്നാ പറയുന്നത്, അല്ലെ? ഡിമ്മർ 1 സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫാൻ റൊട്ടേറ്റ് ഓൺ ആക്കി നോക്കുന്നു. ഓൺ ആക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന കൂൾനെസ് നമ്മൾ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. 10 ഇവാലുവേറ്റ് ചെയ്യുന്നു. 10 നമ്മൾ അതിനെ 2 എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, 10 2 മാർക്ക് നമ്മൾ അതിനിട്ടു. ഓക്കെ, ഇനി ഫാന് ഓഫ് ആക്കിയിട്ട് വീണ്ടും ആ ഡിമ്മർ ടേൺ ചെയ്ത് 2 ഇടുന്നു. ഇനി നമ്മൾ ഫാൻ ഓൺ ആക്കിയിട്ട് വീണ്ടും നമ്മളുടെ കൂൾനെസ് അല്ലെ ആ വിൻഡിന്റെ ശക്തി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 4 മാർക്ക് കൊടുക്കുന്നു. കുറച്ചുകൂടി കൂൾനെസ് ഉണ്ട്. അങ്ങനെ കൂട്ടി മൂന്നാമത്തെ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നു, 4ാമത്തെ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നു, 5ാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഫാൻ നമ്മൾ നോബ് ടേൺ ചെയ്ത് 5 കൊണ്ടിടുന്നു. അതിനുശേഷം ഫാൻ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് വളരെ ശക്തമായിട്ടുള്ള മാക്സിമം കാറ്റ് അല്ലെങ്കിൽ ആ ബ്രീസ് നമുക്ക് കിട്ടുന്നു. നമ്മളുടെ ബോഡി ഫാനിന്റെ തൊട്ട് താഴെ ഇരിക്കുക, അത്രമാത്രം ബോഡി കൂളായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 10 10 മാർക്ക് എന്താണ്? ഫാനിന്റെ റെഗുലേറ്റർ 5th പൊസിഷനിൽ കൊടുത്തു. ആ എക്സ്പെരിമെന്റിൽ 10 10 കംഫർട്ടബിലിറ്റി നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയും എക്സ്പെരിമെന്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവൂടെ? ഫാന് റെഗുലേറ്റർ 1 സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് 10 2 മാർക്കാണ് കംഫർട്ടബിലിറ്റിക്ക്. ഫാൻ റെഗുലേറ്റർ 2 സെറ്റ് ചെയ്തപ്പോൾ 10 4 മാർക്കായി കംഫർട്ടബിലിറ്റിക്ക്. അങ്ങനെ കൂടി ഫാൻ്റെ റെഗുലേറ്റർ നമ്മൾ 5 സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര വരെ വേരി ചെയ്യാൻ പറ്റി? ഫാൻ്റെ റെഗുലേറ്റർ 5 സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് 10 10 മാർക്ക് കൊടുത്തു, മാക്സിമം കംഫർട്ടബിലിറ്റി കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കംഫർട്ടബിലിറ്റി ഓഫ് ദ ഫാൻ അല്ലെങ്കിൽ കൂൾനെസ് ഓഫ് ദ ഫാൻ, അല്ലേ, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെ, കൂളിംഗ് എഫക്ട് ഓഫ് ദ ഫാൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു RPM. ഇത് എക്സ്പെരിമെന്റ് നടത്തി, ഈ 5 എക്സ്പെരിമെന്റ് നടത്തി കൂളിംഗ് എഫക്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു RPM എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എത്ര മിനിറ്റ് മതി? 1 മിനിറ്റ് മതി. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത ഫാക്ടർ ഏതാണ്?
കൺസിഡർ ചെയ്ത ഫാക്ടർ ഏതാണ്? RPM എന്ന് പറയുന്ന ഒറ്റ ഫാക്ടർ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. എന്നാൽ ഇനി ഏതെങ്കിലും ഫാക്ടർ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫാനിന്റെ കൂൾനെസ് വേരി ചെയ്യാൻ പറ്റുകൂടെ? അല്ലെ നമുക്ക് കിട്ടുന്ന കംഫർട്ടബിലിറ്റി വേരി ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഏതെങ്കിലും ഫാക്ടർ വേരി ചെയ്ത് കഴിഞ്ഞാൽ പറയട്ടെ. നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹലോ, കേൾക്കുന്നുണ്ടോ ഈ പറയുന്ന ആരെങ്കിലും? നിങ്ങളൊന്ന് പറഞ്ഞേ. അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ്. ആരാ പറഞ്ഞത്? ഞാനിപ്പം ഓൺലൈനിൽ കാണുന്നോണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പാർത്ഥിവാണ് പറഞ്ഞത്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു ഒബ്സർവേഷൻ ആണ്. ഫാനിന്റെ ബ്ലേഡിന്റെ ഷേപ്പ് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഫാനിന്റെ സ്പീഡ് ഫാനിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന വ്യക്തിയുടെ കംഫർട്ടബിലിറ്റി അല്ലെ ഫാനിന്റെ കൂൾനെസ് കൂടുമെന്ന് മനസ്സിലായി അല്ലെ? അപ്പോൾ നമുക്ക് പുതിയൊരു ഫാക്ടർ കൂടി വന്നിരിക്കുന്നു. ഏതാണ്? ബ്ലേഡിന്റെ പ്രൊഫൈല്. ഫാൻ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിലാക്കാനൊന്നുമില്ല. ഒരു ഫാനിന് 3-4 ബ്ലേഡ് കാണും അല്ലെ? അതിന്റെ ലീഫ് എന്ന് പറയും നമ്മളല്ലേ, ഫാനിന്റെ ലീഫിന്റെ പ്രൊഫൈല്. ഈ പ്രൊഫൈൽ അതാണ് നമ്മൾ പലപ്പോഴും ഫാന് വളരെ കാര്യമായിട്ട് വീട്ടിലെ ഫാനൊക്കെ നമ്മൾ കയറി കസേരയൊക്കെ ഇട്ട് മേളിൽ കയറി തുടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫാൻ ഓണാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് കാറ്റ് കുറവായിരിക്കും. മുമ്പിലത്തെ അത്ര ഒരു കാറ്റ് കിട്ടുന്നില്ല. പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ വളരെ ശക്തമായിട്ട് തുടച്ച് ആ ബ്ലേഡിന്റെ ഷേപ്പിൽ ഒരു അല്പം വേരിയേഷൻ വരുത്തി. അപ്പോഴിപ്പോ കാറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എയറിൽ ഒരു മോഷൻ ഉണ്ടാവുന്നില്ല അല്ലെ? ബ്ലേഡിന്റെ പ്രൊഫൈല് മാറി. ഇപ്പൊ ബ്ലേഡിന്റെ ഫാൻ ബ്ലേഡ് നിങ്ങൾ നോക്കിയാൽ മതി. പല കമ്പനിയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫാൻ ബ്ലേഡിന് പല പ്രൊഫൈൽസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അബാക്കസിലോ ആൻസിസിലോ ഒരു സിമുലേഷൻ നടത്തിയിട്ട് ആ ബ്ലേഡിന്റെ ഷേപ്പിൽ ഏത് ഷേപ്പാണ് ഏറ്റവും നല്ല എയർ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് CFD അനാലിസിസോ അല്ലെങ്കിൽ അബാക്കസിലോ ആൻസിസിലോ എന്തെങ്കിലും ഒരു സിമുലേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പല ഫാൻ എടുക്കുക, പല ഫാനിന്റെ ബ്ലേഡിന്റെ പ്രൊഫൈല് മെഷർ ചെയ്യുക. അത് അനുസരിച്ച് ഒരു ഫാന് നിങ്ങൾ വെർച്വലായിട്ട് നമ്മളുടെ സിമുലേഷൻ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ എയർ ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് എയറിന്റെ പാർട്ടിക്കിൾ മൂവ്മെന്റ് നമുക്ക് സിമുലേറ്റ് ചെയ്യാനൊക്കും. അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ രണ്ടാമത് ഉദ്ദേശിക്കുന്നത് ഫാനിന്റെ ബ്ലേഡിന് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടായിരിക്കും. ഒരു എയറോഫോയിൽ ഷേപ്പാണ് ഓൾമോസ്റ്റ് മിക്കവാറും വരും. നമ്മുടെ എയറോപ്ലെയിനിന്റെ ചിറകിന്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ? എയറോഫോയിൽ ഷേപ്പ്. ഓക്കെ, ആ ഷേപ്പാണ് മിക്കവാറും ഫാൻ ബ്ലേഡ്സിന് വരുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഒരു കറുടും അതിന്റെ താഴെ എന്തുണ്ടായിരിക്കും? ഒരു ചെറിയ ഒരു ഡിപ്രഷനോടെ ചേർന്ന ഷേപ്പ് ആയിരിക്കും വരേണ്ടത്. ഓക്കെ, അല്ലെ നിങ്ങളിപ്പോൾ മുറിയിരിക്കുന്ന നിങ്ങളുടെ ഫാൻ ജസ്റ്റ് മേളിലോട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇതിന്റെ ബ്ലേഡിന്റെ പൊസിഷൻ നമ്മൾ വേരി ചെയ്യുന്നു. അതിൽ കർവേച്ചർ കൂട്ടുന്നു, കർവേച്ചർ കുറയ്ക്കുന്നു. അല്ലെങ്കിൽ ആ ലീഫ് ഒരു ഹോറിസോണ്ടൽ പ്ലെയിനിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലോട്ട് ഫാനിന്റെ ബ്ലേഡ് ചരിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഫാൻ ബ്ലേഡ് പ്രൊഫൈല് എന്തിനെ അഫക്ട് ചെയ്യുന്നതേ? നമ്മളുടെ കംഫർട്ടബിലിറ്റി അഫക്ട് ചെയ്യുന്നു. അപ്പോഴും നമുക്ക് ഇവിടെ എത്ര ഫാക്ടർ ഉണ്ട്? മുമ്പ് RPM മാത്രം ഉണ്ടായിരുന്നു. അതിന് എത്ര ലെവൽ ഉണ്ടായിരുന്നു? RPM മാത്രം ഉണ്ടായിരുന്നു. മുമ്പ് ഫാനിന്റെ റൊട്ടേഷൻ അതിന് 5 ലെവൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയൊരു ഫാക്ടറോട് വന്നു. അതേതാ? ഫാൻ ബ്ലേഡ് പ്രൊഫൈൽ. അതിന് എത്ര എത്ര ലെവൽസ് ഉണ്ട്? നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ ഓരോ 1 ഡിഗ്രി വെച്ചൊക്കെ നമുക്ക് ഫാനിന്റെ ബ്ലേഡിന്റെ ഷേപ്പിൽ ചേഞ്ച് വരുത്താം. 1 ഡിഗ്രി അല്ലെ 1 mm വെച്ച് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലെവൽസ് അല്ലേ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലെവൽസ് പോസിബിൾ ആ ഫാനിന്റെ ബ്ലേഡ് പ്രൊഫൈല്. പുതിയൊരു പ്രൊഫൈല് പരീക്ഷിക്കാം, അല്ലെങ്കിൽ ഉള്ള ഫാൻ ബ്ലേഡിന്റെ പ്രൊഫൈൽ അല്പം ചരിക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ബ്ലേഡുകൾ ഉപയോഗിക്കാം. അങ്ങനെ എന്തെല്ലാം കോമ്പിനേഷനാ. ഇപ്പൊ എന്തായി? നമ്മുടെ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് നമ്മളിപ്പോ കണ്ടക്ട് ചെയ്യേണ്ട എക്സ്പെരിമെന്റ്സിന്റെ എണ്ണം ഇപ്പൊ എന്തായി? കൂടി. കാരണം നമ്മൾ കംഫർട്ടബിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേരി ചെയ്യണം? RPM വേരി ചെയ്യണം, അതുപോലെ തന്നെ ഫാൻ ബ്ലേഡ് പ്രൊഫൈലും വേരി ചെയ്യണം. ഇനി മൂന്നാമതൊരു ഫാക്ടർ പറയാമോ? ആർക്കെങ്കിലും ഒരാൾ ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യടേ. മൂന്നാമതൊരു ഫാക്ടർ, ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കംഫർട്ടബിലിറ്റിയെ കുറിച്ച് മൂന്നാമതൊരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു വേരിയബിള് ആർക്കാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നേ? പറഞ്ഞോളൂ, ആരെങ്കിലും ഒന്ന് ചിന്തിക്കടേ. സൗണ്ട് ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് അത് വിട്ടേര്. വേറെ നമ്മൾ ടെക്നിക്കൽ ആസ്പെക്റ്റിലോട്ട് വരാം. നമ്മൾ അതിന്റെ എർഗണോമിക്സ് അല്ലെങ്കിൽ ബാക്കി ഇഷ്യൂസ് നമ്മൾ വിടാം. സൗണ്ട് പോട്ട്. വേറെ നിങ്ങൾ ഇരിക്കുന്ന ലൊക്കേഷൻ. ഓക്കെ,
എന്താണ് എന്താ മോട്ടോർ അല്ല കപ്പാസിറ്റി അല്ല മോട്ടോർ കപ്പാസിറ്റി നമ്മൾ വേരി ചെയ്യേണ്ട കാര്യമുണ്ടോ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടി? കൂടിയ മോട്ടോർ കപ്പാസിറ്റി നിങ്ങൾ അല്ല അത് നമ്മളിപ്പോ ഫാനിന്റെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞതുപോലെ മോട്ടോർ കപ്പാസിറ്റി മോട്ടോർ കപ്പാസിറ്റിയും ഒരു ഫാക്ടർ ആണ്. അങ്ങനെ നമുക്കിപ്പോ ഫാക്ടേഴ്സിനെ തന്നെ പലതായിട്ട് തിരിക്കാം. ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്, അൺഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് നമുക്ക് തിരിക്കാം. അപ്പോൾ ഈ മോട്ടോർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു അൺഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് നമുക്ക് മാറ്റാം. കാരണം അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഏതെങ്കിലും ഒരു ഫാനിന് ഒരു മോട്ടോർ നമ്മൾ വെച്ചിട്ട് അങ്ങ് ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് ആ ഫാനിന് മാത്രം എക്സ്പെരിമെന്റ് നടത്തുന്നു. പക്ഷെ അതിന്റെ ബ്ലേഡിന്റെ പ്രൊഫൈൽ നമുക്ക് മുകളിലോട്ടോ താഴോട്ടോ ചരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് പറയുന്ന ഒന്ന് ഫാനിന്റെ RPM, പിന്നെ എന്താണ് നോൺ ക്രിട്ടിക്കൽ അല്ലാത്തൊരു ഫാക്ടർ ഫാനിന്റെ മോട്ടോർ കപ്പാസിറ്റി. ഇനി ഒരു നോമിനൽ ഫാക്ടർ എന്ന് വെച്ചാൽ അല്ല ഒരു നോർമൽ ഫാക്ടർ ആയിട്ട് ഫാനിന്റെ ബ്ലേഡ് പ്രൊഫൈൽ നമുക്ക് പറയാം. ഇനി നാലാമത്തത് ഞാൻ ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതായത് ലൊക്കേഷൻ ഓഫ് ദ പേഴ്സൺ സിറ്റിംഗ് അണ്ടർ ദ ഫാൻ. ഫാനിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കൂടുതൽ കാറ്റ് കിട്ടും. എന്നാൽ ഇത്തിരി ദൂരോട്ട് മാറിയിരിക്കുന്ന ഒരു പൊസിഷനിലാണെങ്കിൽ ആ കാറ്റിന്റെ ശക്തി അല്പം കൂടി കുറവായിരിക്കും. അപ്പോൾ ലൊക്കേഷൻ ഓഫ് ദ ടാർജറ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അയാൾ ഇരിക്കുന്ന ലൊക്കേഷൻ ഫാനിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് എത്രമാത്രം അകലെയാണ്, അത് ഒരു ഫാക്ടറാണ് അല്ലേ? സോ ഇങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നടത്തേണ്ട നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് കൂടിക്കൊണ്ടിരിക്കും. അല്ല എത്ര പൊസിഷൻ പോസിബിൾ ആണ് ഒരു ഫാനിന്റെ അണ്ടറിൽ? എത്ര പൊസിഷൻ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പൊസിഷൻസ് പോസിബിൾ ആണല്ലേ? അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫാക്ടേഴ്സിനെ എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ഫാക്ടേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യല്ല, ഫാക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അവയുടെ എല്ലാ എക്സ്പെരിമെന്റും നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരാളുടെ ജീവിതം മാത്രം പോരായിരിക്കും അല്ലെ? ഒരു സെറ്റ് ഓഫ് എക്സ്പെരിമെന്റ്സ് നടത്തി ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ. അപ്പോൾ ഇങ്ങനെ ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫാൻ പ്രൊവൈഡ് ചെയ്യുന്ന കൂൾനെസ്സിന് വേണ്ടി RPM വേരി ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ഫാനിന്റെ ബ്ലേഡ് പ്രൊഫൈൽ വേരി ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ടാർജറ്റ് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ടാർജറ്റ് പേഴ്സൺ ഫാനിൽ നിന്ന് എത്രമാത്രം അകലെ ഇരിക്കുന്നു. ഇപ്പൊ ഫാനിന്റെ തൊട്ടടുത്ത് പോയിരിക്കാം, തിരിയും കൂടെ മാറിയിരിക്കാം, ഫാനിൽ നിന്ന് ഒരു 5 മീറ്റർ അകലെ പോയിരിക്കാം, എന്നിട്ട് കാറ്റ് കിട്ടുന്നോ ചെക്ക് ചെയ്യാം. അങ്ങനെ എത്രയോ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? പൊസിഷൻ ഓഫ് ദ പേഴ്സൺ ഈസ് എ ഫാക്ടർ. RPM ഈസ് എ ഫാക്ടർ, ബ്ലേഡ് പ്രൊഫൈൽ ഈസ് എ ഫാക്ടർ. പിന്നീട് ഒരു അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് വോൾട്ടേജ്. നമുക്കറിയാം വീട്ടിലെ പവർ സപ്ലൈക്ക് വോൾട്ടേജ് ഇല്ലാത്തപ്പോൾ ഫാൻ ശക്തമായിട്ട് കറങ്ങുമോ? ഇല്ല. ഫാൻ ശക്തമായിട്ട് കറങ്ങണമെങ്കിൽ 230 to 240 വോൾട്ട്സിലെ പവർ സപ്ലൈ തന്നെ അതിനകത്ത് വരണം. പകരം ഒരു 150 വോൾട്ട് വളരെ ലോ വോൾട്ടേജ് ഉള്ള ഒരു സമയത്ത് ഫാൻ ഇട്ട് നോക്കിയാൽ അത് വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഒരു പ്രയോജനം ഇല്ലാതെ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വോൾട്ടേജ് ഒരു പാരാമീറ്റർ ആണ്. അൺഇമ്പോർട്ടന്റ് പാരാമീറ്റർ ഈ വോൾട്ടേജ്, മോട്ടോർ കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ. എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് ഫാൻ ബ്ലേഡ് പ്രൊഫൈല്, ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്ന RPM. പിന്നെ ചിലര് എർഗോണോമിക്സ് അല്ലെങ്കിൽ ഒരു കംഫർട്ടബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ സൗണ്ട്, ചില ഫാനിന് സൗണ്ട് വളരെ കൂടുതലാണ്, അതും ഒരു ഫാക്ടറായിട്ട് എടുക്കുക. അൺഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അൺഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇപ്പൊ സൗണ്ട് കൂടുതലുള്ള ഫാൻ അവിടെ ആരും കിടന്ന് ഉറങ്ങത്തില്ല, സൗണ്ട് കുറവുള്ള ഫാൻ തേടി പോകുന്നു. അല്ലെ സൈലന്റ് ഓപ്പറേഷനുള്ള AC, ഇതിനൊക്കെയാണ് ഇപ്പോഴും കൂടുതൽ ഡിമാൻഡ്. അതും ഒരു അൺഇമ്പോർട്ടന്റ് ഫാക്ടറായിട്ട് എടുക്കാം. കാരണം നമ്മൾ കംഫർട്ടബിലിറ്റി, ആ വിൻഡിന്റെ ബ്ലോയെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് വരുത്തുന്ന വിൻഡിന്റെ ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നോയ്സ് ഇവിടെ ഒരു ഫാക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യം. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പർ ഓഫ് ഫാക്ടേഴ്സിനെ നമുക്ക് വേരി ചെയ്യാം. ഇനി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞില്ല. ഈ ഫാൻ എവിടെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഒരു ടിൻ ഷീറ്റ് ഇട്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിനകത്ത് നമ്മൾ ഈ ഫാൻ ഇട്ട് റൊട്ടേറ്റ് ചെയ്യുക. മേളിൽ നിന്ന് താഴോട്ട് അടിക്കുന്ന കാറ്റ് എന്തായിരിക്കും? ഇവിടെ ചൂട് കാറ്റായിരിക്കും, ശരിയല്ലേ? വളരെ ചൂട് കാറ്റാണ്. നമുക്ക് എന്തെങ്കിലും കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യോ? ഇല്ല. ഫാൻ മേളിലിരിക്കുന്ന അല്ലെ ഒരു ടിൻ ഷീറ്റില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ ഷീറ്റ്, അലൂമിനിയം ഷീറ്റൊക്കെ ഇട്ടേക്കുന്ന ബിൽഡിങ്ങുകൾ, അതിന് റൂമിലിരുന്ന് ഫാൻ ഇടുന്ന പോലാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കോൺക്രീറ്റ് റൂമിനകത്ത് ഇരുന്ന് ഫാൻ ഇടുന്നത്? അത് താഴത്തെ നിലയാണെങ്കിൽ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾ ഫാൻ ഇട്ടിട്ടിരിക്കുമ്പോൾ. മേളിലത്തെ നിലയിലോ ഇപ്പോഴൊക്കെ എന്തൊരു ചൂടാ സമ്മറിൽ. ഇപ്പൊ മേളിലത്തെ നമ്മുടെ ടെറസൊക്കെ നല്ല ചൂടായിട്ടിരിക്കുക. അതുമായിട്ട് ടെറസുമായിട്ട് കോണ്ടാക്റ്റിലുള്ള എയർ എന്ന് പറയുന്നത് വളരെ ചൂടാണ്. ഫാൻ ഇടുമ്പോൾ ആ ചൂട് എയറിനെ താഴോട്ട് അടിക്കും. അപ്പോഴും നമുക്ക് കംഫർട്ടബിലിറ്റി അല്ലെ കൂൾനെസ് കിട്ടുമോ? ഇല്ല. അപ്പൊ അത് ഫാനിന്റെ സറൗണ്ടിങ് എൻവയോൺമെന്റ് അതൊരു വലിയ ഫാക്ടറാണ്.
അല്ലേ? ചൂട് കാറ്റല്ല നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്, തണുത്ത കാറ്റാണ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണോ, അതൊരു ടിൻ ഷീറ്റ് ആണോ, ഇനി അത് ഓല മേഞ്ഞ ബിൽഡിംഗ് ആണോ, അതോ ഓടിട്ട ബിൽഡിംഗ് ആണോ, ഓക്കെ, അതോ ഇനി നമ്മൾ ഒരു ഫാൻ ഇട്ടിട്ട് നമ്മളൊരു പ്ലേ ഗ്രൗണ്ടില് അവിടാണോ ഇരിക്കുന്നത്, ഓക്കെ, ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യൂടെ? അല്ലെ നമ്മൾ വെയിലത്താണോ ഇരിക്കുന്നത്, തണലത്താണോ ഇരിക്കുന്നത്, നമ്മുടെ വീടിന്റെ ജനലിൽ കൂടെ പ്രകാശം അല്ലെ വെയിൽ അകത്തൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ റൂം പൊതുവെ ചൂടായിരിക്കും. അപ്പോൾ ആ ലൊക്കേഷൻ, ഫാൻ എവിടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ ആ സറൗണ്ടിങ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്, അല്ലെ? അപ്പൊ ഇമ്പോർട്ടന്റ് അൺഇമ്പോർട്ടന്റ് ഫാക്ടറുകൾ ഞാനിപ്പോ ക്ലാസിഫൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതെല്ലാം ഫാക്ടർ നമ്മുടെ കൂൾനെസ് അല്ലെ കംഫർട്ടബിലിറ്റിയെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഏതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. RPM ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഓക്കെ, ബ്ലേഡ് പ്രൊഫൈൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ആ പേഴ്സൺ എത്രമാത്രം അടുത്തിരിക്കുന്നു അകലെ ഇരിക്കുന്നു എന്നുള്ള ലൊക്കേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സറൗണ്ടിങ് എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതെല്ലാം ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇനി നിങ്ങൾ പറഞ്ഞിട്ടുള്ള മോട്ടോർ കപ്പാസിറ്റി, ഫാനിന്റെ നോയ്സ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അൺഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. ഇനി വരുന്ന കറണ്ട് സപ്ലൈ, അതും എന്താണ്, അൺഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? കാരണം അതെല്ലാം നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് വെക്കാനൊക്കെ, അതിനകത്ത് പിന്നൊരു ചേഞ്ച് ആവശ്യമില്ല, ഓക്കെ. അപ്പോൾ ഫാക്ടേഴ്സിനെ തന്നെ ഇമ്പോർട്ടന്റ് അൺഇമ്പോർട്ടന്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ ഒക്കും, ഓക്കെ. എന്നിട്ട് അൺഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സിനെ തൽക്കാലം ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമുക്കിപ്പോ എത്ര ഫാക്ടർ കിട്ടി? 4 ഫാക്ടർ കിട്ടി. അതിൽ തന്നെ RPMത്തിന് എത്ര വേരിയേഷൻ പോസിബിൾ ആണ്? 1, 2, 3, 4, 5. ഇനി ആ റൂമിലിരിക്കുന്ന റൂം ഏതെല്ലാം തരത്തിലുള്ള റൂമുകൾ ഉണ്ടായിരിക്കും, അല്ലേ? ഏതെല്ലാം തരത്തിലുള്ള റൂമിൽ സെയിം ഫാൻ കൊണ്ടുപോയി നമുക്ക് മൗണ്ട് ചെയ്യാം? ഒരു ടിൻ ഷീറ്റ് ഇട്ട റൂം, പ്ലേ ഗ്രൗണ്ട്, അല്ലേ, പിന്നെ കോൺക്രീറ്റ് ബിൽഡിങ്, ഓടിട്ട ബിൽഡിങ്, അതുപോലെ തന്നെ ഓല മേഞ്ഞ സ്ഥലം, ഓക്കെ. അല്ലെങ്കിൽ ഇനി നിങ്ങളൊരു ഇപ്പൊ കണ്ടെയ്നർ ബിൽഡിങ്സ് ഒക്കെ അവൈലബിൾ ആണ്, അല്ലെ? സ്റ്റീൽ കണ്ടെയ്നേഴ്സിനകത്ത് വീട് വെക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റീൽ സ്ട്രക്ചർ, അതിനകത്തുള്ള ടെമ്പറേച്ചർ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, ഇപ്പൊ തന്നെ ഞാൻ 5 ലെവൽസ് പറഞ്ഞു, അല്ലേ? ആ ആംബിയന്റ് കണ്ടീഷൻ 5 ലെവൽസ് പറഞ്ഞു. ഏതൊക്കെയാ? കോൺക്രീറ്റ് ബിൽഡിങ്, അതുപോലെ ഓടിട്ടത്, ഓല മേഞ്ഞത്, അതുപോലെ ടിൻ ഷീറ്റ്, കണ്ടെയ്നർ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് ഇനിയും വേരി ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം 1 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത RPM മാത്രമേ ഉള്ളായിരുന്നു വേരിയബിൾ അല്ലെങ്കിൽ ഫാക്ടർ. അപ്പോഴും നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്തു. ഈ എക്സ്പീരിയൻറ്റോ 5 ഫാക്ടേഴ്സ് ഉണ്ട്, അല്ല 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഫാനിന്റെ RPMത്തിന് തന്നെ 5 ലെവൽസ് ഉണ്ട്. ബാക്കിയുള്ള ഇനി പൊസിഷൻ, ആ റൂമിന്റെ വലിപ്പത്തിനനുസരിച്ച് കസേര ഫാനിന്റെ തൊട്ട് താഴെ ഇടാം, മാറ്റിയിടാം, അകലെ ഇടാം, അടുത്തിടാം, അല്ലേ? ഇങ്ങനെ നമുക്ക് ഫാനിന്റെ പൊസിഷൻ വീണ്ടും അല്ല ടാർജറ്റ് പൊസിഷൻ വീണ്ടും ചേഞ്ച് ചെയ്യാം. അതിനും ഒരു 5 ഫാക്ടർ. ഇങ്ങനെ എല്ലാത്തിനും 5 ഫാക്ടർ വെച്ചുണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ. ആംബിയന്റ് കണ്ടീഷനും 5 എണ്ണം എടുക്കുന്നു, അല്ല 5 ഫാക്ടേഴ്സ് ഉണ്ട്, 5 എണ്ണത്തിനും 5 ലെവൽ ഉണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് എത്ര എണ്ണം നടത്തണമെന്ന് ആർക്കെങ്കിലും പറയാമോ? 5 ഫാക്ടേഴ്സ് ഉണ്ട്, ഓരോ 5 ഫാക്ടറിനും 5 ലെവൽസ് ഉണ്ട്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് എത്ര എണ്ണം നടത്തണമെന്ന് പറയാമോ ആർക്കെങ്കിലും? 2 ഫാക്ടറും 2 ലെവലും ഉള്ളെങ്കിൽ എത്ര എക്സ്പെരിമെന്റ് നടത്തണമായിരുന്നു? അതൊന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ഫാക്ടറേ ഉള്ളൂ, RPM ഉണ്ട്, ബ്ലേഡ് പ്രൊഫൈലും ഉണ്ട്. RPMന് തന്നെ 1ഉം 2 എന്ന് പറയുന്ന ഓരോ വേരിയേഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ, 2 ലെവൽസ് എടുക്കുന്നുള്ളൂ. ബ്ലേഡ് പ്രൊഫൈലിനും 2 ലെവൽസ് എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ് എത്ര എണ്ണം കണ്ടക്ട് ചെയ്യണമെന്ന് പറയാമോ? 4. കാരണം എന്താ? 2 സ്ക്വയർ, അല്ലേ? 2 സ്ക്വയർ, 2 raised to 2, അതാണ് നമുക്ക് 4 കിട്ടി. ഓരോ ഫാക്ടർ, അപ്പൊ 2 ഫാക്ടർ ഉണ്ട്, അതാണ് ആദ്യത്തെ 2. അതിനെ റേസ് ചെയ്യേണ്ട എത്ര ലെവൽസ് ഉണ്ട് അത്രയിലേക്ക് റേസ് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞ ഫാനിന്റെ 5 ഫാക്ടർ 5 ലെവലുള്ള എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ 5 raised to 5 നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യണം. എന്താണ് 5 raised to 5 എന്ന് പറഞ്ഞ ആൻസർ എന്ന് പറഞ്ഞേ? 5 raised to 5ന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടി വന്നേനെ? 3125. എത്രയുടെ? 3125. 3125 നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യണമായിരുന്നു. ഇന്നത്തെ ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നാളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കുവോ? നാളെ കൊണ്ട് ചിലപ്പോൾ പറ്റുമോ? കാരണം ഫാൻ ആദ്യം നമ്മുടെ കോൺക്രീറ്റ് റൂമിൽ നിന്ന് ഊരി മറ്റൊരു റൂമിൽ കൊണ്ടുപോയി മൗണ്ട് ചെയ്യണം, അവിടുത്തെ പേഴ്സന്റെ പൊസിഷൻ വീണ്ടും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ 3125 എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാലും നമ്മളുടെ എഫക്റ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ?
ഇല്ല. കാരണം എന്താണ്, നമ്മള് ഫാനിന്റെ ലെവൽസ് ആദ്യം നമ്മൾ ബാക്കി എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ 5 എണ്ണം. ഫാനിന്റെ ലെവല്, ഫാനിന്റെ ലൊക്കേഷൻ, ഫാനിന്റെ സറൗണ്ടിങ്സ്, പിന്നീട് നമുക്ക് 2 ഫാക്ടറും എടുക്കാം, നോയ്സും എടുക്കാം, പിന്നെ നിങ്ങൾ പറഞ്ഞ മോട്ടോർ കപ്പാസിറ്റിയും കൂടെ എടുക്കാം. അതുകൂടെ ചേർത്ത് 5 ഫാക്ടർ, ഓരോന്നിനും 5 ലെവൽസ് ഉണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ 3125 എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു. അവിടെ എല്ലാം നിങ്ങൾ എന്താ ചെയ്യുന്നത്, ബാക്കി 4 ഫാക്ടർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഒന്നിനെ വേരി ചെയ്യും. അതല്ലേ ചെയ്യുന്നത്. 4 ഫാക്ടർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഒന്നിനെ വേരി ചെയ്യും. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് എല്ലാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പർട്ടിക്കുലർ ബ്ലേഡ് പ്രൊഫൈൽ എടുക്കുന്നു, ഒരു പർട്ടിക്കുലർ കറണ്ട് എടുക്കുന്നു, പർട്ടിക്കുലർ വോൾട്ടേജ് എടുക്കുന്നു, പർട്ടിക്കുലർ നോയ്സ് ലെവൽ എടുക്കുന്നു, പർട്ടിക്കുലർ റൂം എടുക്കുന്നു. ഓക്കെ, പിന്നീട് എന്താ പറയുന്നത്, ഇപ്പം പർട്ടിക്കുലർ ലൊക്കേഷനിൽ പേഴ്സണിനെ ഇരുത്തുന്നു, ഫാനിന്റെ RPM മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്ത് നോക്കുന്നു. അങ്ങനെ 5 ലെവൽ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് അത് മെഷർ ചെയ്യാം. ഇനി ബാക്കി 5⁵5 മൈനസ് അല്ലെ 3125 മൈനസ് 5 3120 എക്സ്പെരിമെന്റ് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇത്രയും ഫാക്ടേഴ്സിനെ നിങ്ങൾ ഓരോന്നും വേരി ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ട് വേരി ചെയ്യുന്നുള്ളൂ, അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു പ്രാക്ടിക്കൽ കണ്ടീഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫാക്ടർ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ ഒരു സമയത്ത്, അല്ല, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒരു സമയത്ത് വേരി ചെയ്യാൻ പറ്റും. അപ്പൊ ഒരാളെ കൊണ്ട് ഒരിക്കലും ഒരു ഫാന് 3125 തവണ ഓൺ ആക്കി ഓഫ് ആക്കി ഒരു വ്യക്തിയെ അവിടെ ഇരുത്തിയിട്ട് കൂൾനെസ് മെഷർ ചെയ്ത് അതിന് മാർക്ക് ഇടാനൊന്നും പറ്റത്തില്ല, അല്ലേ? സോ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ്, ഫാക്ടേഴ്സ് കൂടുന്നു, ഫാക്ടേഴ്സിന്റെ ലെവൽസ് കൂടും തോറും നമ്പർ ഓഫ് എക്സ്പെരിമെന്റ് കൂടിക്കൊണ്ടേയിരിക്കും, അല്ലേ? നമുക്ക് നമ്മളുടെ കയ്യിൽ നിൽക്കത്തില്ല അത്രയും നമ്പർ ഓഫ് എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റിൽ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, എങ്ങനെ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് മിനിമൈസ് ചെയ്യാം, എങ്ങനെ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് മിനിമൈസ് ചെയ്ത് ഒരു വാലിഡ് കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ ഞാനൊരു ഗസ് ചെയ്തൊരു കൺക്ലൂഷൻ പറയാം. ഫാൻ 5 ഇടുന്നു, അല്ലേ? ഒരു 1ാമത്തെ നിലയിലുള്ള ഒരു കോൺക്രീറ്റ് റൂമിൽ, അല്ലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കോൺക്രീറ്റ് റൂമിൽ ഫാനിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ആൾക്ക് അല്ലെ 240 വോൾട്സിൽ വർക്ക് ചെയ്യുന്ന ഫാനിന് നല്ല കൂൾനെസ് ഉണ്ടായിരിക്കും, അല്ലെ? ഫാനിന്റെ ബ്ലേഡ് പ്രൊഫൈല് ഒരു 0 ഡിഗ്രി ഇൻക്ലിനേഷൻ വരുന്ന ഒരു ഫാൻ ബ്ലേഡ് പ്രൊഫൈലിന്, അതിന്റെ ഫാനിന്റെ പ്ലെയിനിലൂടെ ആ കാണുന്ന ബ്ലേഡുകൾ ഇരിക്കുന്ന പ്ലെയിൻ, ആ പ്ലെയിനിൽ നിന്ന് ബ്ലേഡ് ഇൻക്ലൈൻ ചെയ്യുന്ന പൊസിഷനാണ് ഞാൻ പറയുന്നത്, 0 ഡിഗ്രി. അപ്പൊ ആ പ്ലെയിനിൽ തന്നെയാണ് ഫാനിന്റെ ബ്ലേഡ് പ്രൊഫൈൽ എങ്കിൽ ഓക്കെ, എനിക്ക് മാക്സിമം കംഫർട്ടബിലിറ്റി കിട്ടി, ഒക്കെ 10ൽ 10 എന്റെ കംഫർട്ടബിലിറ്റി അല്ലെ കൂൾനെസ്സിന് 10ൽ 10 മാർക്ക് എന്ന് ഞാൻ ഗസ് ചെയ്യുക. അതായിരിക്കും ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു കൺക്ലൂഷന് നിങ്ങൾ എക്സ്പെരിമെന്റിലൂടെ നിങ്ങൾ ചെയ്ത് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ 3125 എക്സ്പെരിമെന്റ് ചെയ്യണോ വേണ്ടയോ? ഡിസൈൻ ഓഫ് എക്സ്പീരിയൻസ് വഴി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 100 എക്സ്പെരിമെന്റ് ആയിട്ട് അതിന്റെ എണ്ണത്തിനെ കുറയ്ക്കാനായിട്ട് പറ്റും. ആകെ 100 എക്സ്പെരിമെന്റ് ചെയ്താൽ മതി. ഓക്കെ, 100 എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഔട്ട്പുട്ട്. ഇപ്പൊ മനസ്സിലായ എന്താണ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്? ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പെരിമെന്റിനെ എങ്ങനെ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്യാനൊക്കും, എക്സ്പെരിമെന്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് എക്സ്പെരിമെന്റ്സ് എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും, അല്ലെ ക്വാളിറ്റി ഓഫ് എക്സ്പെരിമെന്റ്. നമ്മൾ ആകെ 10 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നുള്ളെങ്കിലും വളരെ ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റി ഉള്ള എക്സ്പെരിമെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പാരാമീറ്റേഴ്സ്, ചില പാരാമീറ്റർ അൺനെസസറി ആയിട്ട് വേരി ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, സപ്പോസ് നമ്മൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എക്സ്പെരിമെന്റ് പറഞ്ഞാൽ ഫാൻ 5 ഇടുന്നു, റൂം ടിൻ ഷീറ്റ് ഉള്ള റൂമിലേക്ക് ഫാൻ മാറ്റി, അതിന്റെ സെന്ററിൽ ഇരിക്കുന്ന പേഴ്സൺ ഫാനിന്റെ പ്രൊഫൈലില് 2 ഡിഗ്രി ഇൻക്ലിനേഷൻ വരുത്തി, റൂമിലുള്ള വോൾട്ടേജിൽ 210 വോൾട്ടിലേക്ക് വരുത്തുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഫാനിൽ 2 RPM ഇടുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ കണ്ടീഷൻസിൽ വളരെ സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ലെവൽസിനെ എടുത്തിട്ട് അത് വെച്ചുള്ള കോമ്പിനേഷൻ എക്സ്പെരിമെന്റ്സ് നമ്മൾ നടത്താൻ പറ്റും ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സിലൂടെ. ഇപ്പൊ മേ ബി 3125 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നിടത്ത് 100 എക്സ്പെരിമെന്റിലൂടെ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു വാലിഡ് കൺക്ലൂഷൻ നമുക്ക് പറയാൻ നോക്കും. മേ ബി യു ക്യാൻ സേ വെൻ ദ ഫാൻ വർക്ക്സ് ഓൺ മാക്സിമം സ്പീഡ് ഓർ 5/5 point, okay, and that blade profile is at 2 degree, and when it is located in a ground floor, okay,
ദ കൂൾനെസ് ഓർ കംഫർട്ടബിലിറ്റി വിൽ ബിക്കം മാക്സിമം എന്നുള്ള ഒരു വാലിഡ് കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. മേ ബി അതായിരിക്കും, അല്ലെ വേറെ ആയിരിക്കും. ഞാനൊരു ഗസ് വർക്കിൽ ഒരു കൺക്ലൂഷൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്. നിങ്ങൾ ഈ എക്സ്പെരിമെന്റ്, ഈ 5 എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ 10 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ 3120 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു ബുക്കും പേപ്പറും എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആ ഫാനിന്റെ കൂൾനെസ് അല്ലെ കംഫർട്ടബിലിറ്റിക്ക് ഓരോ മാർക്ക് ഇട്ട് കൊടുക്കുക. 10 അല്ലെങ്കിൽ 100 ഓരോ മാർക്ക് ഇട്ട് കൊടുക്കുക. അതൊരു ഡേറ്റ അല്ലേ? അതൊരു ഡേറ്റയാണ്. ആ ഡേറ്റ ഈ എക്സ്പെരിമെന്റ്സിലെല്ലാം വരുന്നത് കൊണ്ടാണ് ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? യു ക്യാൻ പ്ലാൻ എക്സ്പെരിമെന്റ്സ്. 3125 ആദ്യമേ ചെയ്തു തുടങ്ങുമല്ല, അതിനു മുമ്പ് പ്ലാൻ ചെയ്യാനൊക്കും. യു ക്യാൻ കണ്ടക്ട് എക്സ്പെരിമെന്റ്. ഓക്കെ, കണ്ടക്ട് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഫാനിന്റെ ലെവൽസും അതുപോലെ തന്നെ ടാർജറ്റ് ഓബ്ജക്റ്റിന്റെ പൊസിഷനും എല്ലാം എവിടെ സെറ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യമേ ഒരു ടേബിൾ വരച്ച് നമുക്ക് ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞാൽ, അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡേറ്റ എല്ലാം അനലൈസ് ചെയ്യാൻ നമുക്ക് DOE സഹായിക്കുന്നു. ഇനി അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാണ് കൂടുതൽ, ഏതാണ് കുറവ്, ഓക്കെ, ഈ ഫാക്ടേഴ്സ് ഉപയോഗിച്ചപ്പോൾ എന്താ എഫക്റ്റ് കിട്ടി, കൂൾനെസ് എത്രമാത്രം ഉണ്ടാവും, അതിന്റെ മാർക്ക് എത്രയാണ്, ഇതിനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കിട്ടിയ പല എന്താണ് മൈനർ കൺക്ലൂഷൻസിനെ ഒരുമിച്ച് ചേർത്ത് മൊത്തത്തിൽ നമ്മൾ പറയുന്നു RPM ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫാൻ, അല്ല, കൂൾനെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു RPM ഓഫ് ദ ഫാൻ. അതൊരു വാലിഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്പെരിമെന്റ്സ് പ്ലാൻ ചെയ്യുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ആണ് എന്ത്? DOE. ഓക്കെ, സോ ഇൻപുട്ട് വേരിയബിൾസും ഔട്ട്പുട്ട് റെസ്പോൺസസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, ആ റിലേഷൻഷിപ്പിലൂടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഫാനിന്റെ കംഫർട്ടബിലിറ്റി അല്ലെ കൂൾനെസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് പറ്റും. പ്രോസസ് ഒപ്റ്റിമൈസേഷൻ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഒക്കെ വേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ DOE അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് എഞ്ചിനീയറിംഗിൽ അപ്ലൈ ചെയ്യാം, മാനുഫാക്ചറിങ്, ഫാർമസ്യൂട്ടിക്കൽ, റിസർച്ച് ഫീൽഡിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കാം, ടൈം കുറയ്ക്കാം, മെറ്റീരിയൽ വേസ്റ്റേജ്, മെറ്റീരിയൽ യൂസേജ്, ഇതെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലേ? ത്രൂ മിനിമൽ നമ്പർ ഓഫ് എക്സ്പെരിമെന്റൽ റൺസ്. എക്സ്പെരിമെന്റിന്റെ എണ്ണം നമ്പർ ഓഫ് എക്സ്പീരിയൻസ് വളരെ കുറച്ചാൽ മാത്രം മതി, അല്ലെ? DOE നമ്പർ ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. It is a crucial tool for experimental research and process optimization. So you can enhance the product quality. ഇപ്പൊ നിലവിലിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫാൻ്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും ഈ എക്സ്പെരിമെന്റുകൾ നടത്തി അതിൽ നിന്ന് കൺക്ലൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതിലൂടെ. മിനിമൈസ് കോസ്റ്റ്, അല്ലേ? എന്താണ് 3120 എക്സ്പെരിമെന്റ് നിങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, എനർജിയുടെ യൂസേജ്, അല്ലേ? ഇവിടെ ഫാനിന്റെ എനർജി എന്താണ്? പവർ സപ്ലൈ, കറണ്ട് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിനെ എന്തായിട്ടാണ് തരുന്നത്? വിൻഡ് സ്പീഡ് ആയിട്ടാണ് അത് ഔട്ട്പുട്ടിൽ തരുന്നത്. ഓക്കെ, സോ ആ കൺവേർഷനിലുള്ള എഫിഷ്യൻസി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ടൂൾ. ഇത് ഒരിക്കലും നമുക്ക് വളരെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള, ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ക്രൂഷ്യൽ ടൂളാണ്. സയന്റിഫിക് എക്സ്പെരിമെന്റ്സിലും ഇൻഡസ്ട്രിയിലും അപ്ലൈ ചെയ്യുന്ന ഒരു ക്രൂഷ്യൽ ടൂളാണ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടെർമിനോളജിയും കൂടെ മനസ്സിലാക്കിയിട്ട് ഈ എക്സ്പെരിമെന്റ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഞാനാ പറഞ്ഞ ഫാനിന്റെ എക്സ്പെരിമെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫാക്ടേഴ്സ് കൂടുന്നു, അപ്പോൾ എക്സ്പെരിമെന്റുകളുടെ എണ്ണം നമ്മളുടെ കൈ നിൽക്കാതെ പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? DOE അപ്ലൈ ചെയ്ത് നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് മിനിമം നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് ആക്കിക്കൊണ്ട്, അല്ലെ? മിനിമം നമ്പർ ഓഫ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓരോ ഫാക്ടേഴ്സിന്റെയും ലെവൽസ്, ചില ഡിസ്ക്രീറ്റ് ലെവൽസിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് വെച്ച് മാത്രം എക്സ്പെരിമെന്റുകൾ നടത്തുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനിമം നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കോമൺലി ഉപയോഗിക്കുന്ന കുറച്ച് ടെർമിനോളജിയും കൂടെ പരിചയപ്പെടാം. റെസ്പോൺസ് വേരിയബിൾ, എന്നിട്ട് നമ്മളുടെ ഫാനിന്റെ എക്സ്പെരിമെന്റ് കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. റെസ്പോൺസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാനിന്റെ കംഫർട്ടബിലിറ്റി അല്ലെ കൂൾനെസ്, അതിനെയാണ് റെസ്പോൺസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി ക്ലിയർ ആയിട്ട് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ഈച്ച് വേരിയബിൾ ദാറ്റ് അഫക്ട്സ് ദ റെസ്പോൺസ് വേരിയബിളിനെ അഫക്ട് ചെയ്യുന്ന
ഓരോ വേരിയബിളും. അത് RPM ആവാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ബ്ലേഡ് പ്രൊഫൈൽ ആകാം. ഇതെല്ലാം വേരിയബിൾസ് ആണ്. ലെവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ വാല്യൂസ് ദാറ്റ് എ ഫാക്ടർ ക്യാൻ അസ്യൂം. അല്ലെ, ഞാൻ പറഞ്ഞു RPM-ന് 1 2 3 4 5 എന്ന് പറയുന്ന 5 ലെവലുകൾ ഒപ്റ്റെയിൻ ചെയ്യാം. ബ്ലേഡ് പ്രൊഫൈല്, അതിന്റെ ഇൻക്ലിനേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതെല്ലാം വാല്യൂ ആണ്. 2 ഡിഗ്രി 3 ഡിഗ്രി 4 ഡിഗ്രി ഇൻക്ലിനേഷൻ എന്ന് പറയുന്നതെല്ലാം വാല്യൂ ആണ്. അപ്പൊ ലെവൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ ഫാക്ടറിന് ഏതെല്ലാം വാല്യൂസോ അസ്യൂം ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെവൽസ് എന്ന് പറയുന്നത്. പ്രൈമറി ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? പ്രൈമറി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുമ്പേ പറഞ്ഞു അല്ലെ, ഫാനിന്റെ RPM ഒരു പ്രൈമറി ഫാക്ടർ ആണ്, അല്ലെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അതെന്തായാലും ക്വാണ്ടിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട്, അതിൽ നിന്ന് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രൈമറി ഫാക്ടേഴ്സ്. സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Impact is not interested. We are not interested in quantifying the impact of certain factors. അതിനെ സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. ഫാക്ടേഴ്സ് that impact the performance. പെർഫോമൻസിൽ എന്തായാലും ഇമ്പാക്ട് ഉണ്ട്. ഇപ്പൊ നോയിസ്, അതിന് പെർഫോമൻസിൽ ഒരു ഇമ്പാക്ട് ഉണ്ട് അല്ലേ? മോട്ടോർ കപ്പാസിറ്റി, അതിന് പെർഫോമൻസിൽ ഒരു ഇമ്പാക്ട് ഉണ്ട്. ബട്ട് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ക്വാണ്ടിഫൈങ്. കാരണം നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് നമ്മൾ അത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് നോയിസ്, എല്ലാവർക്കും ഇപ്പൊ നോയിസ് ഒരു പ്രശ്നമായിരിക്കത്തില്ല. അതുകൊണ്ട് നോയിസ് എന്ന് പറയുന്ന ഫാക്ടറിനെ നമുക്കൊരു സെക്കൻഡറി ഫാക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ചിലർക്ക് ഫാനിന്റെ സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ, ആ നോയിസ് കേൾക്കണം. അങ്ങനെയുള്ളവർക്ക് സെക്കൻഡറി ഫാക്ടറാണ് എന്ത്? ഫാനിന്റെ നോയിസ്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് ഓൾ ഓർ സം എക്സ്പെരിമെന്റ്. ചില എക്സ്പെരിമെന്റ്സ് നമ്മൾ എന്താണ്, എക്സ്പെരിമെന്റ്സിന്റെ എണ്ണത്തിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. റെപ്പറ്റീഷൻ, സെയിം എക്സ്പെരിമെന്റ് തന്നെ കണ്ടക്ട് ചെയ്യുന്നല്ലേ, പക്ഷേ ലെവൽസ് നമ്മൾ വേരി ചെയ്യുന്നു, അതിനെയാണ് റെപ്ലിക്കേഷൻ. എത്ര റെപ്ലിക്കേഷൻ വേണം? 3125 റെപ്ലിക്കേഷൻ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു 3000 അല്ലെങ്കിൽ DOയിലൂടെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് 100 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്താൽ മതിയായിരിക്കും. അവിടെയാണ് റെപ്ലിക്കേഷൻ എന്ന് ഒറ്റയും വരുന്നത്. എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് വെച്ചാൽ എൻറ്റിറ്റി ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പെരിമെന്റ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ആണെന്ത്? നമ്മളുടെ ഫാൻ അല്ലേ? ഫാനിന്റെ റെസ്പോൺസ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കൂൾനെസ് അല്ലെങ്കിൽ കംഫർട്ടബിലിറ്റി. അപ്പൊ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ യൂഷ്വലി അതൊരു ഫിസിക്കൽ ഓബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫാൻ ആണ് അല്ലെ? ഫാൻ ആണ് ഇവിടുത്തെ എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇന്ററാക്ഷൻ, ഈ ടേമുകളെല്ലാം ഓരോ അർത്ഥമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ RPM എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, അതിനെ നമ്മൾ A എന്നെടുത്തു. ഓക്കെ, RPM. ഇനി B എന്ന് പറയുന്ന മറ്റൊരു ഫാക്ടറാണ് ബ്ലേഡ് പ്രൊഫൈൽ. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു ഫാക്ടർ, ഇപ്പം RPM മാത്രം വേരി ചെയ്ത് നമ്മൾ ബ്ലേഡ് പ്രൊഫൈൽ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടത്തില്ല? RPM മാത്രം വേരി ചെയ്യുന്നു, ബ്ലേഡ് പ്രൊഫൈൽ കോൺസ്റ്റന്റ് ആക്കി വെച്ചുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നെന്ത് ചെയ്യുന്നു? RPM കോൺസ്റ്റന്റ് ആക്കി വെച്ച് ബ്ലേഡ് പ്രൊഫൈൽ മാത്രം വേരി ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ RPMവും ബ്ലേഡ് പ്രൊഫൈലൂടെ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു സിനർജി ഉണ്ട്. അത് രണ്ടുകൂടെ ഒരു പർട്ടിക്കുലർ ലെവൽസിൽ കോമ്പിനേഷനിൽ വരുമ്പോൾ അതിനൊരു കൂൾനെസ് ഉണ്ട്. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നിരിക്കും. അപ്പൊ ഇന്ററാക്ഷൻ, ഈ രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. സപ്പോസ് 2 factors A and B interact if the effect of one depends upon the level of other. ഇപ്പൊ ബ്ലേഡ് പ്രൊഫൈൽ 2 ഡിഗ്രി ആയിരിക്കുമ്പോഴാണ് RPM നമ്മൾ 4-ലിടുന്നു. RPM 4-ലിടുമ്പോഴാണ് നമുക്ക് മാക്സിമം കംഫർട്ടബിലിറ്റി കിട്ടുന്നത്. പക്ഷെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് പ്രൊഫൈല് 1 ഡിഗ്രി ഇട്ടിരുന്നു, ഇനി അല്ലെ ബ്ലേഡ് പ്രൊഫൈൽ 4 ഡിഗ്രി ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോഴും നമുക്ക് എക്സാക്ട്ലി ബ്ലേഡ് പ്രൊഫൈലും RPMവും തമ്മിലുള്ള ഇന്ററാക്ഷനെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഓക്കെ, പക്ഷെ നമ്മൾ DOE വഴി ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ബ്ലേഡ് പ്രൊഫൈലും RPMവും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതിനെയും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 ഫാക്ടേഴ്സ് തമ്മിലുള്ള കമ്പൈൻഡ് എഫക്റ്റ്, 2 ഫാക്ടേഴ്സിന്റെ കമ്പൈൻഡ് എഫക്റ്റ് എന്തായിരിക്കും നമ്മളുടെ എക്സ്പെരിമെന്റിൽ, അതിനെയാണ് ഇന്ററാക്ഷൻ. സോ യു ഹാവ് ടു കൺസിഡർ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഫാക്ടേഴ്സ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ് മുതൽ
DOE ടെക്നിക്സും DOയുടെ അഡ്വാൻറ്റേജും ഒക്കെ. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ DOEക്ക് നമ്മൾ ഈ കണ്ട ഒരു ടെക്സ്റ്റ് ബുക്കിലും DOE പോർഷൻസ് ഇല്ല, സ്ലൈഡ്സിൽ മാത്രമുണ്ട്. ഓക്കെ, സ്ലൈഡ്സിൽ ഷെയർ ചെയ്യാം. പിന്നീട് നിങ്ങൾ DOE കുറിച്ച് കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് ഒബ്റ്റെയിൻ ചെയ്യുക. അതാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ താങ്ക് യു. നിങ്ങൾക്ക് അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യാം.